ഹായ്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സുഖമില്ലാണ്ട് പനിയായിരുന്നു, ജലദോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി വന്ന് വൈകുന്നേരം ആകുമ്പം പോയി വന്നിട്ട് ഹോസ്പിറ്റലിൽ. പിന്നെ ഇവിടെ ഭയങ്കര തണുപ്പും കൂടിയാണ്. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ആയപ്പോൾ. പക്ഷേ കുറേ നോക്കി ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ ഒട്ടും സുഖമില്ലാണ്ടായിട്ടോ. അപ്പോൾ പിന്നെ എനിക്കാച്ച് തീരെ ആശുപത്രി പോകുന്നൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷെ എന്താ പറയുക, സാഹചര്യം കൂടിപ്പോയാൽ പിന്നെ നമുക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്ന് അപ്പോൾ മരുന്നും എല്ലാതും വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ ടോപ്പിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ നിരന്നേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടോ, ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഞാൻ ഒന്ന് ഉറങ്ങാന്ന് വെച്ചിട്ടെല്ലാം നല്ല ക്ലീനാക്കി എല്ലാം റെഡിയാക്കി പോയതായിരുന്നു. നോക്കുമ്പോൾ മക്കൾ വീട്ടിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ എന്താ പറയുക, എന്തെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മസാലയും എല്ലാം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഇതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് നമുക്ക് രാത്രി ക്ലീനിങ് ചെയ്യാം. എന്താ വെച്ചാൽ എനിക്കിങ്ങനെ പോയി കിടന്നാൽ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. രാത്രി എപ്പോഴും നമ്മളെ കിച്ചനെ നല്ല അടിപൊളിയാക്കി സൂപ്പറാക്കിയിട്ടിട്ടാട്ടോ പോയി എപ്പോഴും ഞാൻ ഉറങ്ങുക. തീരെ വയ്യാച്ചെങ്കിലും ഞാൻ എല്ലാം ക്ലീനാക്കിയിട്ടാണ്, ഞാൻ കൗണ്ടർ ടോപ്പ് മൊത്തം ക്ലീനാക്കിയിട്ടാണ് ഞാൻ അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങാൻ പോവുക. അപ്പോൾ ഞാൻ കറി ബാക്കിയുണ്ട്, കഴുകാനുള്ളതൊക്കെ നമ്മൾ ഭക്ഷണമൊക്കെ ഒന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് കഴുകാനിടട്ടെ കേട്ടോ. ഇത് രാത്രി ഉണ്ടാക്കിയ റൊട്ടിയും കൂടി ഞാൻ ഉണ്ടാക്കിയത് പരിപ്പ് കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ബാക്കിയുണ്ട്, അതൊന്ന് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. കുടിക്കുന്ന വെള്ളം ഒന്ന് ഒഴിച്ച് വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഹോളിൽ എല്ലാവരും പോയി കഴിഞ്ഞ് കുട്ടികളെല്ലാം ഉറങ്ങാൻ പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ടേബിളൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഒന്ന് തുടച്ചിട്ടിട്ട് നമുക്ക് ഇവിടുത്തെ ലൈറ്റ് അങ്ങ് കെടുത്തി കളയാം. പിന്നെ ഇവിടെ ആരും ഇല്ല, അതുകൊണ്ട്. അപ്പോൾ സിംബു ബേബി ഉണ്ടല്ലോ, കുറേ നേരം എന്നെ നോക്കിയിരുന്നു കേട്ടോ. ഞാൻ ഇപ്പോൾ ഇത് ചെയ്യുന്ന കാരണം ഓന് ഇവിടെ താഴെ തന്നെ ചെറിയിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പോകുമ്പോൾ പിന്നെ ഓന് വന്നിട്ട് എന്താ പറയുക, ഓന് വന്നിട്ട് അപ്പാട് ഉറങ്ങലായിരിക്കും. ഇവിടെ നല്ലോണം ഉറങ്ങിക്കിട്ടോ. അപ്പോൾ സിംബു ബേബീൻ്റെ അന്തം വിട്ട് കുന്തം പോലെ ആയിരുന്നു കേട്ടോ ഉറങ്ങുന്നുണ്ടായിരുന്നത്. എൻ്റെ ഒച്ച കേട്ടപ്പോൾ ഓന് എണീച്ചതാണ്. അപ്പോൾ ഞാൻ ഹോളിൽ ലൈറ്റൊക്കെ കെടുത്തിയിട്ടുണ്ട്, പുറത്തെ ലൈറ്റും കെടുത്തി. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ നിന്ന് നമ്മളെ കാറ്റ് ഫുഡ് കൊണ്ട്, ഇത് നമ്മളെ കുഞ്ഞുമക്കൾക്കും നമ്മളെ കാറ്റിനെല്ലാം കൊടുക്കുന്ന ഫുഡാട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് എടുത്ത് വെക്കുന്നതാണ്. കാറ്റ് ഫുഡ് അങ്ങ് എടുത്തു വെച്ചാൽ പിന്നെ എന്താ പറയുക, ഇക്ക ഷോപ്പിൽ നിന്ന് വന്നാൽ നമ്മൾ കാറ്റ് ആരെങ്കിലും ഉണ്ടിച്ചില്ലെല്ലാം ഭക്ഷണം ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പം ഞാൻ ഒക്കെ കാണുന്ന സ്ഥലത്ത് തന്നെ കൊണ്ടുപോയി വെക്കും. എന്താ വെച്ചാൽ ഞാൻ കൗണ്ടർ ടോപ്പിൽ വെച്ചാൽ പിന്നെ എന്താ പറയുക, നോക്കി നടന്നിട്ട് അങ്ങനെ കാണാണ്ടായിപ്പോവും. അപ്പോൾ ഞാൻ ഒക്കെ കാണുന്ന സ്ഥലത്ത് തന്നെ ഞാൻ കാറ്റ് ഫുഡ് കൊണ്ടുപോയി വെച്ചതാട്ടോ. അപ്പോൾ ഇനി ഇനി പാത്രം കഴുകി എടുക്കാനുണ്ട്. പാത്രം കഴുകുന്നതെന്ന് പറഞ്ഞാൽ എത്ര പാത്രം കഴുകിയെടുത്തത് നേരത്തെ. പക്ഷെ ഇപ്പോഴും നമ്മൾ രാത്രി അത്ര ഇരട്ടി പാത്രം പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഇനി നാളെ എനിക്ക് എന്താ പറയുക, സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട് മോളത്. അപ്പോൾ അതിന് 11 മണിക്കാണ് എനിക്ക് പോകേണ്ടത്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ എന്താ വിചാരിച്ചിരിക്കുന്നത്, വെള്ളപ്പം പിന്നെ നമ്മളെ ഗ്രീൻ പീസ് കറിയും കൂടിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ വെള്ളപ്പത്തിന് ഞാൻ ഒന്ന് അരച്ച് വെക്കാനുണ്ട്. അപ്പോൾ പാത്രം കൂടി ഒന്ന് കഴുകി വെച്ചിട്ട് നമുക്ക് അരക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രിക്കത്തെ കിച്ചണിലെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങുന്ന വെച്ചാൽ നമുക്ക് രാവിലെ എണീച്ചാൽ നല്ല ഫ്രഷായിട്ട് നമ്മളെ കിച്ചണിൽ വന്ന് കയറാൻ പറ്റും കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ വന്നാൽ അന്നേരം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ നമുക്ക് വേഗം എടുക്കാനാവും. അപ്പോൾ തന്നെ രാത്രിക്കത്തെ ഭക്ഷണം
ഭക്ഷണത്തിൻ്റെ പാത്രം വെക്കുന്നതും അതും വീട്ടിൽ നല്ലതല്ല. അപ്പോൾ തന്നെ പാറ്റയും കൂറയും എല്ലാം ഉണ്ടാവാനുള്ള ഇതുണ്ട് കേട്ടോ. അപ്പോൾ അന്നേരം തന്നെ നമ്മൾ രാത്രി തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച പാത്രവും എല്ലാം കഴുകി വെച്ചിട്ട് കിടന്നാൽ എന്താ പറയുക, നമുക്ക് രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു നമ്മളെ കിച്ചണിൽ വരുമ്പോൾ നല്ലൊരു ഫ്രഷ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇങ്ങനെ എന്താ പറയുക, രാത്രി പാത്രവും എല്ലാം കഴുകി വെച്ച് കൗണ്ടർ ടോപ്പെല്ലാം നല്ല അടിപൊളിയാക്കിയിട്ട് വെച്ചാലാണ് എനിക്കൊരാശ്വാസം ഉണ്ടാവുള്ളൂ. അതെനിക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ എത്ര അസുഖം ഉണ്ടെങ്കിലും എങ്ങനെ എനിക്ക് പിണീക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ഫസ്റ്റ് ചെയ്തു വെക്കുന്ന കാര്യം കിച്ചനാട്ടോ. കിച്ചൻ്റെ കൗണ്ടർ ടോപ്പാണ് ഞാൻ ചെയ്തു വെക്കും. എന്താ വെച്ചാൽ എത്ര സുഖമില്ലെങ്കിലും. അപ്പോൾ കുറച്ച് മുത്താരി കാച്ചണം കേട്ടോ. മുത്താരി എന്ന് പറഞ്ഞാൽ രാഗിയാട്ടോ. അപ്പോൾ എന്താ പറയുക, അതിലേക്ക് 2 ഏലക്കായ ഇട്ടിട്ട് നല്ലോണം അടിച്ചിട്ട് അതിൻ്റെ പാലെടുത്തിട്ട് കുറച്ചധികം വെള്ളം വെച്ചിട്ട് പിന്നെ നല്ലോണം തിളച്ച് വരുമ്പോൾ പാൽ വേണോ വെച്ചാൽ ഒഴിക്കുക, അല്ലെങ്കിൽ അങ്ങനെ തന്നെ കുടിക്കുക കേട്ടോ. അതാണ് ഇതിനുള്ള എന്താ പറയുക, അത്രയും രക്തം വെക്കാനും അതുപോലെ തന്നെ നല്ല ക്ഷീണത്തിനും ഒക്കെ ആയിട്ടുള്ളൊരു ഇതാട്ടോ ഈ രാഗി കാച്ചിയത്, മുത്താരി കാച്ചിയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 2 ഏലക്ക ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചിട്ട് അതിൻ്റെ പാലെടുത്തിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതുപോലെ തന്നെ കുടിക്കണോ വെച്ചാൽ അങ്ങനെ കുടിക്കാം, അല്ലെങ്കിൽ പാലും കൂടി ഒഴിച്ചിട്ട് വേണോ വെച്ചാൽ കുടിക്കാം. അപ്പോൾ ഇത് ഞാൻ ഇക്കാക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ദിവസം ഞാൻ രാത്രി ഉണ്ടാക്കലാണ്. ഇക്ക പിന്നെ ഷോപ്പ് കഴിഞ്ഞ് വന്നാൽ ഭക്ഷണമൊന്നും കഴിക്കില്ല, ഇത് കുടിച്ചിട്ട് പിന്നെ അങ്ങ് കെടുത്താട്ടോ. അപ്പോൾ പിന്നെ ഞാൻ രാത്രി ഇതും കൂടി ഉണ്ടാക്കി വെച്ചിട്ടാണ് ഞാൻ കെടുക്കൽ കേട്ടോ. അപ്പോൾ അതിലേക്ക് തട്ടാൻ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും അതുപോലെ തന്നെ എന്താ പറയുക, ലേശം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് പാലും കൂടിയിട്ട് കേട്ടോ. ഇത് നമുക്ക് നല്ല ക്ഷീണത്തിനും എന്താ പറയുക, ക്ഷീണം മാറാൻ അതുപോലെ നല്ല രക്തക്കുറവുള്ളവർക്കെല്ലാം നല്ല അടിപൊളി ഒരു ഇതാട്ടോ. അപ്പോൾ ഇനി എനിക്ക് വെള്ളപ്പത്തിനൊന്ന് അരച്ച് വെക്കണം. ഞാൻ പൊടിയാണ് കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളമാക്കിയിട്ട് ഞാൻ വെള്ളപ്പത്തിന് ഒന്ന് അരച്ച് വെക്കുക കേട്ടോ. പിന്നെ അപ്പോൾ പൊടിക്ക് ഞാൻ ഒരു തരി ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അടിച്ചിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പഞ്ചസാരയും ഉപ്പും കൂടി ഇട്ടിട്ട് അതും കൂടി അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ഗ്രീൻ പീസ് കടലയാണ് നമുക്ക് നാളേക്ക് വേണ്ടിയത് കറി. അപ്പം അതും കൂടി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസ് ഒന്ന് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തന്നെ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ കമൻറ്റും കൂടി അയക്കുക, അപ്പോൾ ഷെയർ ചെയ്തും കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം അടിച്ച് മിക്സിയെല്ലാം ഒന്ന് കഴുകി വെച്ച് എന്നിട്ട് പിന്നെ നമുക്ക് ബേസിനൊന്ന് കഴുകിയിടണം കേട്ടോ. തണയും അതുപോലെ തുടക്കാനുണ്ട്. അപ്പോൾ തണയും ഞാൻ ഒന്ന് തുടച്ചിടുക കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ അരക്കുമ്പോഴെല്ലാം കുറച്ച് അങ്ങോട്ടെല്ലാം തെറിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് നല്ലോണം ഒന്ന് തുടച്ചിട്ട് ക്ലീനാക്കി വെക്കുന്ന കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ എന്താ പറയുക, അടുക്കളയിലെ പണിയെല്ലാം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി എനിക്ക് എന്താ പറയുക, ഗുളിക കഴിക്കാനുണ്ട്. ഗുളികയും കൂടി കഴിച്ചിട്ട് ഞാൻ പിന്നെ ഉറങ്ങാനായിട്ട് ഞാൻ പോകുന്ന കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുവിധം പണിയെല്ലാം കഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്ട് നമുക്ക് തന്നിട്ടുള്ള ഗുളിക കേട്ടോ, പനീൻ്റെതും ജലദോഷത്തിൻ്റെതും. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞാൻ ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് ഇനി നമുക്ക് നാളെ രാവിലെ ഇനി നാസ്ത ഉണ്ടാക്കേണ്ട പണിയാളുള്ളൂ. പിന്നെ നാളെ മീറ്റിങ്ങും കൂടി ഉണ്ട് കേട്ടോ സ്കൂളിൽ. അപ്പോൾ ഇനിയിപ്പോൾ ഉറങ്ങാനായിട്ട് ഞാൻ പോവുക കേട്ടോ മുകളിലേക്ക്. മക്കളൊക്കെ നല്ല ഉറക്കമായിട്ടുണ്ട്. അപ്പോൾ ലൈറ്റൊക്കെ ഒന്ന് കെടുത്തിയിട്ട്
പോയി കിടക്കട്ടെ. അപ്പോൾ ഇനി ഞാൻ വീഡിയോസ് എന്താ പറയുക അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോ ഇട്ട് നമുക്ക് ഇനിയും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കമൻറ്റും കൂടി അയക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ കമൻറ്റ് കൂടി അയച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്നെല്ലാം മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.